നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ജനുവരി 10 വെള്ളിയാഴ്ച. ഞാൻ MJ പ്രകാശ്. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചതാണ് ഇന്ന് പത്രങ്ങളിൽ പ്രധാന വാർത്ത. നാളെ പറവൂരിലാണ് സംസ്കാരം. ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ രഹസ്യമൊഴിയിൽ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായി. വാളയാർ സഹോദരിമാരുടെ ദുരൂഹമരണത്തിൽ CBI മാതാപിതാക്കളെ കൂടി പ്രതിചേർത്ത് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ MLA IC ബാലകൃഷ്ണനെയും DCC പ്രസിഡന്റിനെയും പ്രതിചേർത്തു. പത്രവാർത്തകളിലേക്ക് വിശദമായി. ആദ്യം പി ജയചന്ദ്രന്റെ മരണവാർത്തയിലേക്ക്. ഭാവഗായിക വിട എന്നാണ് മലയാള മനോരമ നൽകിയിരിക്കുന്ന തലക്കെട്ട്. അനുരാഗഗാനം പോലെ ഭാവഗായകന് വിട എന്ന് ദേശാഭിമാനിയും. ഭാവഗായകൻ ജയചന്ദ്രൻ വിടവാങ്ങി, ശ്രുതി താഴ്ത്തി എന്നാണ് മാധ്യമത്തിന്റെ തലക്കെട്ട്. മാതൃഭൂമി ഇങ്ങനെയാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്: ധന്യമാം ഉപാസന, ഭാവഗായകന് വിട. വാർത്തയിലേക്ക്. മോഹഗാനങ്ങളിലൂടെ മലയാളിയുടെ ജീവിതത്തെ രാഗസുരഭിലമാക്കിയ ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. ഇന്നലെ രാത്രി 7:54 തൃശൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ രോഗ ബാധിതനായിരുന്ന അദ്ദേഹം ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം ബുധനാഴ്ച ആശുപത്രി വിട്ട് പൂങ്കുന്നം സീതാറാം മില്ലിന് സമീപത്തെ ഗുൽമോഹർ അപ്പാർട്ട്മെന്റ്സിലേക്ക് പോയിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് 7ഓടെ കുഴഞ്ഞു വീണ് വീണ്ടും ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. മൃതദേഹം ഇന്ന് രാവിലെ 8 പൂങ്കുന്നം തോട്ടേക്കാട് ലൈനിലെ സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. 10 വരെ അവിടെയും തുടർന്ന് 12:30 വരെ സംഗീത നാടക അക്കാദമി വളപ്പിലും പൊതുദർശനം. തിരികെ സഹോദരിയുടെ വീട്ടിലെത്തിച്ച ശേഷം സംസ്കാരത്തിനായി നാളെ രാവിലെ 8 എറണാകുളം പറവൂർ ചേന്നമംഗലത്തെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ വൈകിട്ട് 3:30 സംസ്കാരം. മലയാളത്തിലെ 2000-ലേറെ ഗാനങ്ങൾക്കു പുറമെ ജയചന്ദ്രൻ തമിഴ്, കന്നഡ, തെലുങ്കു സിനിമകളിലും ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് 1 തവണയും കേരള സംസ്ഥാന അവാർഡ് 5 തവണയും തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് 4 തവണയും നേടി. ചലച്ചിത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരം, തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം, സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരം, ഹരിവരാസനം പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങളും നേടി. 3 മലയാള ചിത്രങ്ങളിലും ഏതാനും വീഡിയോ ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുമുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. വാളയാർ കേസിൽ മാതാപിതാക്കളും പ്രതികൾ. CBI 6 അനുബന്ധ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു. പാലക്കാട് വാളയാറിൽ 2 പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ മാതാപിതാക്കളെ പ്രതിയാക്കി CBI അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. നേരത്തെ സമർപ്പിച്ച 6 കുറ്റപത്രങ്ങളുടെ അനുബന്ധമായാണ് ബുധനാഴ്ച എറണാകുളം CBI കോടതിയിൽ 6 കുറ്റപത്രം കൂടി സമർപ്പിച്ചത്. ബലാത്സംഗത്തിന് പ്രേരിപ്പിച്ചതിനും സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാത്തതിനുമാണ് 6 കുറ്റപത്രങ്ങളിലും ഇരകളുടെ മാതാപിതാക്കളെ പ്രതികളാക്കിയിരിക്കുന്നത്. IPC പോക്സോ നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. പെൺമക്കളെ പ്രതികൾ ബലാത്സംഗം ചെയ്തുവെന്നത് മാതാപിതാക്കൾ ബോധപൂർവം മറച്ചുവെച്ചതായി CBI കണ്ടെത്തി. ബലാത്സംഗത്തിന് പ്രേരിപ്പിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായി. നേരത്തെ ബലാത്സംഗവും 2 കുട്ടികളുടെ ആത്മഹത്യയും സംബന്ധിച്ച 6 കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ കേസുകളിൽ വലിയ മധു, ഷിബു, പ്രദീപ്, കുട്ടിമധു എന്നിവരെയാണ് പ്രതി ചേർത്തിരുന്നത്. കുട്ടിമധുവിനെ 2023 ഒക്ടോബറിൽ ആലുവ ബിനാനിപുരത്തെ അടച്ചിട്ട സ്വകാര്യ ഫാക്ടറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പ്രദീപിനെ 2020 നവംബർ 4 ചേർത്തലയിലെ വസതിയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. ഇടുക്കി രാജക്കാട് സ്വദേശികളായ ഷിബു വർഷങ്ങളായി കുടുംബത്തോടൊപ്പം വാളയാറിൽ താമസിച്ചു വരികയായിരുന്നു. 2017 വാളയാറിൽ 13ഉം 9ഉം വയസ്സുള്ള സഹോദരിമാർ 2 മാസത്തിനുള്ളിൽ മരിച്ചത്. വീടിന് സമീപത്തെ ഷെഡിലാണ് ഒരേ രീതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ജീവിതം അവസാനിപ്പിക്കാൻ നിർബന്ധിതരാകുന്നതുവരെ പെൺകുട്ടികൾ 1 വർഷത്തോളം പീഡിപ്പിക്കപ്പെട്ടെന്നാണ് വാളയാർ പോലീസ് കണ്ടെത്തിയത്. 2019 മാർച്ചിലാണ് കേസ് CBIക്ക് വിട്ടത്. പോക്സോ കോടതി ആദ്യം പരിഗണിച്ച കേസുകൾ കഴിഞ്ഞ വർഷം കൊച്ചിയിലെ CBI കോടതിയിലേക്ക് മാറ്റിയിരുന്നു. സ്പെഷ്യൽ ക്രൈം യൂണിറ്റിന്റെ രണ്ടാമത്തെ CBI സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല, റിമാൻഡിൽ. കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. വ്യവസായി ബോബി ചെമ്മണ്ണൂർ ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ രഹസ്യമൊഴി പരിശോധിച്ച എറണാകുളം മജിസ്ട്രേറ്റ് കോടതി പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി 14 ദിവസം റിമാൻഡ് ചെയ്തു. പ്രതി ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതാണ് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹണി റോസ് നൽകിയ വിശദമായ മൊഴി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബോബിയെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. ഇത്തരം കേസുകളിൽ അതിജീവിതയുടെ പേര് പരസ്യപ്പെടുത്താറില്ലെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഗൗരവം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ തന്റെ പേര് വെളിപ്പെടുത്തണമെന്ന് നടി തന്നെ ആവശ്യപ്പെട്ടു. എറണാകുളം പള്ളുരുത്തി, വയനാട് മേപ്പാടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസുകളിലും പ്രതിയായ ബോബി കുറ്റവാസനയും സ്വാധീനവുമുള്ള ആളുമായതിനാൽ കേസന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂട്ടർ ഹണി ജേക്കബിന്റെ വാദം അംഗീകരിച്ചാണ് മജിസ്ട്രേറ്റ് A. അഭിരാമി ജാമ്യാപേക്ഷ തള്ളിയത്. ഒരു വ്യക്തിയുടെ ശരീരത്തെക്കുറിച്ച് ലൈംഗിക ചുവയോടെ പരാമർശിക്കുന്നതും ലൈംഗിക അതിക്രമമായി കണക്കാക്കാമെന്ന കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണവും പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ജാമ്യാപേക്ഷ തള്ളിയതോടെ ദേഹാസ്വാസ്ഥ്യമുണ്ടെന്ന് അറിയിച്ച പ്രതി കോടതിയുടെ ബെഞ്ചിൽ ഇരുന്നു. തുടർന്ന് എറണാകുളം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയ ശേഷം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. നെഞ്ചുവേദനയുണ്ടെന്ന് പരാതിപ്പെട്ടിട്ടും വേണ്ടവിധം പരിശോധിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിയുടെ അടുപ്പക്കാർ ബഹളമുണ്ടാക്കി. എറണാകുളം സെഷൻസ് കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്നും പ്രതിഭാഗം അറിയിച്ചു. ജില്ലാ ജയിലിൽ A ബ്ലോക്കിലെ സെല്ലിൽ ബോബിയെ കൂടാതെ 5 റിമാൻഡ് പ്രതികൾ കൂടിയുണ്ട്. റിമാൻഡ് തടവുകാർക്ക് യൂണിഫോം ഇല്ലാത്തതിനാൽ സ്വന്തം വസ്ത്രം തന്നെ ധരിക്കാം. DCC ട്രഷററുടെ ആത്മഹത്യ, 4 പേർക്കെതിരെ പ്രേരണാകുറ്റം. MLAയും DCC പ്രസിഡന്റും പ്രതികൾ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLAയും DCC പ്രസിഡന്റ് ND അപ്പച്ചനുമടക്കം 4 കോൺഗ്രസ് നേതാക്കളെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി പ്രതി ചേർത്തു. DCC മുൻ ട്രഷറർ KK ഗോപിനാഥൻ, DCC മുൻ പ്രസിഡന്റ് അന്തരിച്ച PV ബാലചന്ദ്രൻ എന്നിവരാണ് മറ്റു പ്രതികൾ. ബത്തേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിച്ച ശേഷം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമെന്നാണ് അറിയുന്നത്. രാവിലെ തൃശൂരിലുണ്ടായിരുന്ന 1ാം പ്രതി IC ബാലകൃഷ്ണനും തിരുവനന്തപുരത്തുണ്ടായിരുന്ന 2ാം പ്രതി ND അപ്പച്ചനും പിന്നീട് രഹസ്യകേന്ദ്രങ്ങളിലേക്ക് മാറിയതായാണ് വിവരം. KK ഗോപിനാഥൻ ഹൈക്കോടതിയിലും IC ബാലകൃഷ്ണനും ND അപ്പച്ചനും കൽപ്പറ്റ ജില്ലാ കോടതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ജാമ്യം അനുവദിക്കരുതെന്ന് കോടതിയിൽ ആവശ്യപ്പെടുമെന്ന് DYSP KK അബ്ദുൽ ഷെരീഫ് പറഞ്ഞു. MLAയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിയമസഭാ സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. NM വിജയന്റെ കത്തിൽ പേരെടുത്ത് പരാമർശം കോൺഗ്രസ് നേതാക്കൾക്ക് കൈമാറണമെന്നറിയിച്ച് NM വിജയൻ എഴുതിയ കത്തിന്റെ 8ാമത്തെ പേജിൽ MLAയും DCC പ്രസിഡന്റും അടക്കമുള്ളവർക്കെതിരെ പരാമർശമുണ്ട്. നേതാക്കൾക്കു വേണ്ടിയുള്ള സാമ്പത്തിക ഇടപാടുകൾ ബാധ്യതയായത് വിവരിച്ച ശേഷം മാനസിക പ്രശ്നത്തിനോ മരണത്തിനോ ഇടവന്നാൽ അതിനുത്തരവാദികൾ ഞാൻ മേൽ സൂചിപ്പിച്ചവരായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്തുള്ള നിയമനക്കോഴയിൽ ഓരോ നേതാവിന്റെയും പങ്കിനെക്കുറിച്ചും കത്തിൽ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കുറിപ്പുകളെല്ലാം കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വിജയന്റെ മകനെ കാണിച്ച് വീണ്ടും വ്യക്തത വരുത്തി. PV ബാലചന്ദ്രന്റെ മരണ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതോടെ അദ്ദേഹം പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാകും. റോഡ് കെട്ടിയടച്ച് പൊതുയോഗം. MV ഗോവിന്ദനും ബിനോയ് വിശ്വവും MLAമാരും നേരിട്ട് ഹാജരാകണം. റോഡ് കൊട്ടിയടച്ച് പൊതുയോഗങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MP, MLAമാർ തുടങ്ങി 19 പേർക്കാണ് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടത്. ഫെബ്രുവരി 10 ഉച്ചയ്ക്ക് 2 കോടതിയിൽ നേരിട്ട് ഹാജരാകാനാണ് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ജസ്റ്റിസ് S. മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്.
ഇവരെ കൂടാതെ CPM നേതാവ് M. വിജയകുമാർ, MLA-മാരായ കടകംപള്ളി സുരേന്ദ്രൻ, വി. ജോയ്, VK പ്രശാന്ത്, CPI നേതാക്കളായ പന്ന്യൻ രവീന്ദ്രൻ, ജയചന്ദ്രൻ കല്ലിങ്കൽ, കോൺഗ്രസ് നേതാക്കളായ മുഹമ്മദ് ഷിയാസ്, TJ വിനോദ് MLA, ഡൊമിനിക് പ്രസന്റേഷൻ, പോലീസ് ഉദ്യോഗസ്ഥരായ G. സ്പർജൻകുമാർ, പുട്ട വിമലാദിത്യ, കിരൺ നാരായണൻ, D. ഗിരിലാൽ, അനീഷ് ജോയ് എന്നിവർക്കും നോട്ടീസുണ്ട്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് എന്നിവർക്കും നോട്ടീസുണ്ടെങ്കിലും നേരിട്ട് ഹാജരാകേണ്ട. വഞ്ചിയൂരിലെ CPM ഏരിയ സമ്മേളനം, സെക്രട്ടേറിയറ്റിന് മുന്നിലെ ജോയിന്റ് കൗൺസിൽ ധർണ, ബാലരാമപുരത്തെ ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടി, കൊച്ചി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ കോൺഗ്രസ് ധർണ എന്നിവയുമായി ബന്ധപ്പെട്ട് മരട് സ്വദേശി N. പ്രകാശ് നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് നടപടി. ഗതാഗതവും കാൽനടയാത്രയും തടസ്സപ്പെടുത്തി സമ്മേളനങ്ങൾ നടത്തുന്നത് ലാഘവത്തോടെ കാണാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ഹർജിക്കാരന്റെയും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും പ്രാഥമിക വാദം കേട്ട കോടതി പ്രഥമദൃഷ്ട്യാ കോടതിയലക്ഷ്യം നിലനിൽക്കുമെന്ന് വ്യക്തമാക്കി. വീഡിയോ ദൃശ്യങ്ങളും പരിശോധിച്ചു. ഡിസംബർ 5-ന് റോഡിൽ സ്റ്റേജ് കെട്ടി CPM പാളയം ഏരിയ സമ്മേളനം നടന്നത് വഞ്ചിയൂർ കോടതി സമുച്ചയത്തിനും പോലീസ് സ്റ്റേഷനും സമീപമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. MV ഗോവിന്ദനും MLA-മാരുമടക്കം വേദിയിലുണ്ടായിരുന്നു. നടപ്പാതയും റോഡിന്റെ പകുതിയും തടസ്സപ്പെടുത്തി ഡിസംബർ 10, 11 തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ രാപ്പകൽ ധർണ ബിനോയ് വിശ്വമാണ് ഉദ്ഘാടനം ചെയ്തത്. അതിലെ പ്രാസംഗികനായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. ഡിസംബർ 11-ന് കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് ധർണ ഫുട്പാത്ത് കയ്യേറിയായിരുന്നു. ജനുവരി 3-ന് ബാലരാമപുരം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് തടഞ്ഞു നടത്തിയ പരിപാടി ഉദ്ഘാടനം ചെയ്തത് റൂറൽ SP കിരൺ നാരായണനാണ്. കരിപ്പൂരിലെ ഹജ്ജ് യാത്രാനിരക്ക് ഉചിത തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി. ഹജ്ജ് തീർത്ഥാടനത്തിന് കരിപ്പൂർ വിമാനത്താവളം വഴി പോകുന്നവരിൽ നിന്ന് ഉയർന്ന നിരക്ക് ഈടാക്കാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് നീക്കത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. മന്ത്രിയെ നേരിൽ കണ്ട് വിഷയം ധരിപ്പിച്ച ET മുഹമ്മദ് ബഷീർ MP-ക്കാണ് അദ്ദേഹം ഉറപ്പു നൽകിയത്. കരിപ്പൂരിൽ നിന്ന് മാത്രം അധിക നിരക്ക് ഈടാക്കാനുള്ള നീക്കം തടയണമെന്നും പുറപ്പെടൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിരക്ക് ഏകീകരിക്കണമെന്നും വിമാനത്താവള ഉപദേശക സമിതി ചെയർമാൻ കൂടിയായ MP ആവശ്യപ്പെട്ടു. K. ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ IAS ഉദ്യോഗസ്ഥൻ K. ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുത്തു. സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയിലാണ് നടപടി. വകുപ്പുതല അന്വേഷണത്തിൽ ഗോപാലകൃഷ്ണനെതിരെ കുറ്റം തെളിയിക്കാനായില്ലെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ആഭ്യന്തര സെക്രട്ടറിയും പങ്കെടുത്ത സസ്പെൻഷൻ റിവ്യൂ സമിതി യോഗം ഇത് സംബന്ധിച്ച ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. ഇതേ തുടർന്നാണ് വ്യാഴാഴ്ച രാത്രി സസ്പെൻഷൻ പിൻവലിച്ച വിവരം പുറത്തുവന്നത്. കഴിഞ്ഞ ഒക്ടോബർ 31-ന് ഗോപാലകൃഷ്ണൻ അഡ്മിനായി ആദ്യം മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പും പിന്നീട് മുസ്ലിം ഗ്രൂപ്പും രൂപീകരിച്ചത് പുറത്തുവന്നതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഉമാ തോമസ് MLA-യെ മുറിയിലേക്ക് മാറ്റി. കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കായി കെട്ടിയ താൽക്കാലിക സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നന്നായി സംസാരിക്കുന്ന അവർ വാക്കറിന്റെ സഹായത്തോടെ 15 അടി നടക്കുകയും ചെയ്തു. മുറിയിലേക്ക് മാറ്റിയെങ്കിലും 7 ദിവസം വരെ സന്ദർശകരെ അനുവദിക്കില്ല. തലച്ചോറിനുണ്ടായ പരിക്കിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. ശ്വാസകോശത്തിലെ പരിക്കിനും ആശ്വാസമുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്. ചെറിയ രീതിയിലാണ് ഭക്ഷണം നൽകാനാകുന്നത്. ഇവയിലൊക്കെ കൂടുതൽ പുരോഗതിയുണ്ടാകുന്നതിന് അനുസരിച്ച് വീട്ടിലേക്ക് മടങ്ങാനാകും. അപകടം നടന്ന സമയത്തെക്കുറിച്ച് MLA-ക്ക് കൃത്യമായ ഓർമ്മയില്ല. അവിടേക്ക് പോകുന്നതുവരെ ഓർമ്മയുണ്ട്. മകൻ വിഷ്ണുവിന്റെ ഫോണിൽ അപകടത്തിന്റെ വീഡിയോ കാണിച്ചപ്പോഴാണ് സംഭവത്തിന്റെ ആഴം മനസ്സിലാകുന്നതെന്നും റിനൈ മെഡിസിറ്റി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത് പറഞ്ഞു. 60.8 കോടി രൂപയുടെ നിക്ഷേപം സുരക്ഷിതമല്ലെന്ന റിലയൻസ് മുന്നറിയിപ്പും KFC അവഗണിച്ചു.
റിലയൻസ് സ്ഥാപനങ്ങൾ 50,000 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയിലായ സമയത്ത് നിക്ഷേപത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സെബിയുടെയും അംഗീകാരമില്ലെന്ന കാര്യവും റിലയൻസ് രേഖാമൂലം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാതൃകമ്പനിയായ റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡിന്റെയും സഹോദര സ്ഥാപനമായ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെയും RCFLന്റെയും റേറ്റിംഗ് മാറാൻ സാധ്യതയുണ്ടെന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും ക്രെഡിറ്റ് ഏജൻസിയായ കെയറിന്റെ മുന്നറിയിപ്പും KFC ഗൗനിച്ചില്ല. 2018 ഏപ്രിൽ 19 KFCയുടെ അസറ്റ് ആൻഡ് ലയബിലിറ്റി കമ്മിറ്റി 60.8 കോടി രൂപ റിലയൻസിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം അനിൽ അംബാനിയുടെ റിലയൻസ് കമേഴ്സ്യൽ ഫൈനാൻസ് ലിമിറ്റഡ് പുറത്തിറക്കിയ 61 കോടിയുടെ കടപ്പത്രത്തിന്റെ ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിൽ നിക്ഷേപകരുടെ മൊത്തം തുകയും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ഒരു സുരക്ഷിതത്വമില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച രേഖകൾ റിലയൻസിന്റെ വെബ്സൈറ്റിലും ലഭ്യമാണ്. ഇതെല്ലാം അവഗണിച്ചാണ് നിക്ഷേപം നടത്തിയത് എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. മുടികൊഴിച്ചിലിന്റെ ആശങ്കയിൽ മഹാരാഷ്ട്രയിലെ ബുൽധാന. മഹാരാഷ്ട്രയിലെ ബുൽധാനയിലെ ജനങ്ങൾ വലിയൊരു ആശങ്കയിലാണ്. ആളുകളുടെ മുടി വൻതോതിൽ കൊഴിയുന്നതാണ് പ്രശ്നം. ഒരാഴ്ച കൊണ്ട് ഒട്ടേറെ പേരാണ് കഷണ്ടിക്കാരായത്. രാസവളം മൂലം പ്രദേശത്തെ ജലം മലിനമായതാണ് കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ സംശയിക്കുന്നത്. കൂടുതൽ പഠനത്തിനായി പ്രദേശത്തെ ജലത്തിന്റെയും ആളുകളുടെ മുടിയുടെയും ചർമ്മത്തിന്റെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. തലയിൽ ചൊറിച്ചിലൂടെയാണ് തുടക്കം. തുടർന്ന് 3 ദിവസത്തിനുള്ളിൽ മുടി മുഴുവൻ കൊഴിഞ്ഞു പോകും. സ്ത്രീകളും കുട്ടികളുമടക്കം ഒട്ടേറെ പേർ മുടി കൊഴിച്ചിലിന്റെ ആശങ്കയിലാണ്. 400ഓളം പേരിൽ ലക്ഷണങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഷെഗോൺ താലൂക്കിൽ ബോർഗാവ്, കൽവാദ്, ഹിംഗന ഗ്രാമങ്ങളിലാണ് സ്ഥിതി രൂക്ഷമായത്. മലിനമായ വെള്ളം, ഫംഗസ് ബാധ, പോഷകാഹാരക്കുറവ്, വിറ്റാമിന്റെ അഭാവം എന്നിവ പെട്ടെന്ന് മുടി കൊഴിയാൻ കാരണമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു. MS സൊല്യൂഷൻസ് ഉടമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ചോദ്യക്കടലാസ് ചോർച്ചക്കേസ് പ്രതി MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി തള്ളി. സംഭവത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഷുഹൈബ് വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ചോദ്യക്കടലാസ് ചോർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഇത് വ്യക്തമാക്കുന്ന കേസ് ഡയറി ഉൾപ്പെടെയുള്ള അധിക റിപ്പോർട്ടും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചു. ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി. അനാവശ്യ ചർച്ചകൾ വേണ്ട, ലക്ഷ്യം തെരഞ്ഞെടുപ്പ്. AK ആന്റണി. സംസ്ഥാന കോൺഗ്രസിൽ ഇപ്പോൾ അനാവശ്യ ചർച്ചകളൊന്നും വേണ്ടെന്നും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമായിരിക്കണം ലക്ഷ്യമെന്നും AK ആന്റണി. മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെയും AICC പ്രഖ്യാപിച്ച ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ ക്യാമ്പയിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അനവസരത്തിലെ ചർച്ചകൾ വേണ്ടെന്നാണ് അനുഭവങ്ങൾ പഠിപ്പിച്ചത്. സംസ്ഥാന നേതൃത്വമാണ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്. ഗാന്ധിജി പോലും ഒരു തവണ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായുള്ളൂ. ഒപ്പമുള്ളവർ ആവശ്യപ്പെട്ടിട്ടും രണ്ടാമതൊരു തവണ ആ സ്ഥാനത്തിരിക്കില്ലെന്ന ശാഠ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നാനാത്വം എന്ന ആശയത്തെ ഇല്ലാതാക്കുന്ന വർഗീയവാദികൾക്കെതിരെ ഗാന്ധി, നെഹ്റു, അംബേദ്കർ ആദർശങ്ങളുടെ സമന്വയമാണ് വേണ്ടത്. BJPയും സംഘപരിവാരങ്ങളും ഉയർത്തുന്ന വെല്ലുവിളി അതിജീവിക്കാൻ ദേശീയതലത്തിൽ വിശാലമായ സഖ്യം അനിവാര്യമാണെന്നും ആന്റണി പറഞ്ഞു. സംഘപരിവാറിലെ പരിവാറിൽ കുടുംബമില്ല, മറിച്ച് ഗ്യാങ് എന്നർത്ഥമുള്ള സംഘമാണുള്ളതെന്ന് പ്രമുഖ സാഹിത്യകാരൻ ആദിത്യ മുഖർജി മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. ജഡ്ജി നിയമനം. ജഡ്ജിമാരുടെ ബന്ധുക്കൾക്ക് ഉയർന്ന മാനദണ്ഡത്തിന് നിർദ്ദേശം. സുപ്രീംകോടതി, ഹൈക്കോടതി ജഡ്ജിമാരുടെ അടുത്ത ബന്ധുക്കൾക്ക് ജഡ്ജിമാരാകാൻ മറ്റുള്ളവരേക്കാൾ ഉയർന്ന മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണമെന്ന് നിർദ്ദേശം. സുപ്രീംകോടതി കൊളീജിയത്തിലെ മുതിർന്ന ജഡ്ജിമാരിലൊരാളാണ് നിർദ്ദേശം വെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ജഡ്ജിമാരുടെ ബന്ധുക്കളെ ശുപാർശ ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് കൊളീജിയത്തിലെ മറ്റൊരു ജഡ്ജി അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു. സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനും പാർലമെന്റ് അംഗവുമായ അഭിഷേക് മനു സിംഗ്വി ഉൾപ്പെടെയുള്ളവർ
അതിനെ പിന്തുണച്ചു. പ്രമുഖ അഭിഭാഷകരുടെയോ ജഡ്ജിമാരുടെയോ അടുത്ത ബന്ധുക്കളല്ലാത്ത ഒന്നാം തലമുറ അഭിഭാഷകർക്ക് ജഡ്ജി നിയമനത്തിൽ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ഉയരുന്നതിനിടെയാണ് കൊളീജിയത്തിന്റെ പുനർവിചിന്തനമുണ്ടാകുന്നത്. ജഡ്ജിമാരുടെ ബന്ധുവെന്ന ഒറ്റക്കാരണത്താൽ പരിഗണിക്കപ്പെടാതിരിക്കുന്നതും നീതികേടാകുമെന്ന ചർച്ചയും കൊളീജിയത്തിലും പുറത്തും ഉയർന്നിരുന്നു. ജഡ്ജിമാരുടെ ബന്ധുക്കളായ അഭിഭാഷകരെയും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെയും ശുപാർശ ചെയ്യേണ്ടതില്ലെന്ന് ഹൈക്കോടതി കൊളീജിയങ്ങൾക്ക് നിർദ്ദേശം നൽകാമെന്ന ആശയമാണ് സുപ്രീംകോടതി കൊളീജിയത്തിലെ ജഡ്ജിമാരിലൊരാൾ നേരത്തെ മുന്നോട്ടുവച്ചത്. കൊളീജിയത്തിലെ മറ്റു പല ജഡ്ജിമാരും ഇതിനോട് യോജിച്ചിരുന്നു. ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കുമുള്ള ജഡ്ജിമാർ അടങ്ങുന്ന കൊളീജിയം ശുപാർശ ചെയ്യുന്ന സമ്പ്രദായമാണ് നിലവിലുള്ളത്. ഇതുവഴി ജുഡീഷ്യറിയിൽ സ്വജനപക്ഷപാതമുണ്ടെന്ന ആരോപണത്തിന് തടയിടാനാണ് കൊളീജിയത്തിന്റെ ശ്രമം. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഏറ്റവും മുതിർന്ന 5 ജഡ്ജിമാരടങ്ങുന്ന കൊളീജിയമാണ് സുപ്രീം കോടതിയിലേക്കുള്ള പേരുകൾ ശുപാർശ ചെയ്യുന്നത്. ഹൈക്കോടതിയിലേക്കാവട്ടെ സുപ്രീം കോടതിയിലെ 3 അംഗ കൊളീജിയവും. ഹൈക്കോടതി കൊളീജിയം നൽകുന്ന പേരുകളാണ് 3 അംഗ കൊളീജിയം പരിഗണിക്കുക. കൊളീജിയത്തിന്റെ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് നിയമനമാകുന്നത്. ശുപാർശ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ മടക്കാം. എന്നാൽ അതേ പേരുകൾ തന്നെ കൊളീജിയം ആവർത്തിച്ചാൽ കേന്ദ്രം അനുമതി നൽകേണ്ടിവരും. പെരിയ കേസിൽ 4 പേർ ജയിലിൽ നിന്നിറങ്ങി. സ്വീകരിക്കാൻ നേതാക്കൾ. ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച സാഹചര്യത്തിൽ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളായ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 CPM നേതാക്കൾ ജയിലിൽ നിന്ന് ഇറങ്ങി. 20-ാം പ്രതി KV കുഞ്ഞിരാമനു പുറമെ 14-ാം പ്രതി K മണികണ്ഠൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരാണ് വ്യാഴാഴ്ച രാവിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നിറങ്ങിയത്. ഇവരെ സ്വീകരിക്കാൻ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ CPM നേതാക്കൾ രാവിലെ തന്നെ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. 9:10-ന് 4 പേരും മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്ത് ജയിലിൽ നിന്ന് പുറത്തുവന്നു. കാത്തിരുന്ന നേതാക്കളും പ്രത്യാഭിവാദ്യം ചെയ്തു. എന്നാൽ മുദ്രാവാക്യം വിളികളോ പ്രകടനമോ ഉണ്ടായില്ല. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഇവരെ മാലയിട്ട് സ്വീകരിച്ചു. ജയിലിനു മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം 9:40 കാസർകോട്ടേക്ക് യാത്ര തിരിച്ചു. ജയിൽ പരിസരത്ത് പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. M രാജഗോപാലൻ MLA, CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ജയിൽ ഉപദേശക സമിതി അംഗവുമായ P ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ, VK രാമൻ, മധു മുതിയക്കാൽ, K രാജ്മോഹൻ, PK നിശാന്ത് എന്നിവർ ജയിലിനു മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ എത്തിയിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ 4 പേരെയും 5 വർഷം തടവിന് ശിക്ഷിച്ച CBI കോടതി വിധി ഹൈക്കോടതിയാണ് കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചത്. ഇരട്ട ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടവർ 10 പേർ ജയിലിൽ തുടരുകയാണ്. ഗൂഢാലോചന ഉണ്ടായിട്ടില്ല KV കുഞ്ഞിരാമൻ. CPMനെതിരായി കെട്ടിപ്പൊക്കിയ നുണകളുടെ കോട്ടയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയോടെ തകർന്നതെന്ന് KV കുഞ്ഞിരാമൻ പറഞ്ഞു. കൊലപാതകത്തിൽ ഗൂഢാലോചന ഉണ്ടായിട്ടില്ല. കേസിൽ പെടുത്തിയത് പാർട്ടി നേതാക്കളായതുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ നിരപരാധികളെന്ന് CPMനെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പ്രതി ചേർക്കപ്പെട്ടതെന്നും ഉറച്ചു വിശ്വസിക്കുന്നു. ജയിൽ മോചനത്തിനായി എല്ലാ പിന്തുണയും സാഹചര്യവും ഒരുക്കിത്തന്നത് CPM നേതാക്കളും പ്രവർത്തകരുമാണ്. കേസിൽ പ്രതി ചേർത്ത് കുറ്റക്കാരെന്ന് പറഞ്ഞപ്പോഴും അർഹിക്കാത്ത ശിക്ഷ നൽകിയപ്പോഴും ഒരു തരത്തിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കാരണം നീതി വ്യവസ്ഥയിലുള്ള വിശ്വാസവും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു പ്രതികൾക്ക് വേണ്ടിയും നിയമപോരാട്ടം തുടരുമെന്ന് MV ജയരാജൻ. പെരിയ കേസിൽ ജയിലിലുള്ള മറ്റു പ്രതികൾക്കു വേണ്ടിയും നിയമപോരാട്ടം തുടരുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. പൂർണ്ണമായും കള്ളക്കേസാണിത്. CPMനെ വേട്ടയാടുന്നവർക്കും വലതുപക്ഷ മാധ്യമങ്ങൾക്കുമുള്ള തിരിച്ചടിയാണിത്. നിയമവും നീതിവ്യവസ്ഥയും മാനിച്ച് തെളിവുകളും വസ്തുതകളും ഹൈക്കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതാണ് വിധിയുടെ അടിസ്ഥാനം. നീതിയിലുള്ള വിശ്വാസം അരക്കിട്ട് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് 4 നേതാക്കളെ വിട്ടയച്ച നടപടിയെന്നും MV ജയരാജൻ പറഞ്ഞു. വീട് വയ്ക്കാൻ ഭൂമി തരം മാറ്റം. അപേക്ഷകളിൽ അതിവേഗം തീരുമാനമെടുക്കണമെന്ന് മുഖ്യമന്ത്രി. വീട് വയ്ക്കുന്നതിനായി ഭൂമി തരം മാറ്റത്തിന് ലഭിക്കുന്ന അപേക്ഷകളിൽ അതിവേഗം തീരുമാനമെടുക്കണമെന്നും തടസ്സങ്ങളുണ്ടെങ്കിൽ അപേക്ഷകരെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കലക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും
വാർഷിക സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നഗരപരിധിയിൽ 5 സെന്റിലും ഗ്രാമങ്ങളിൽ 10 സെന്റിലും വീട് വയ്ക്കാൻ അപേക്ഷ കിട്ടിയാൽ പരിശോധനകൾ വേഗത്തിൽ പൂർത്തിയാക്കി അനുമതി നൽകണം. നെൽവയൽ നിയമം വരുന്നതിന് മുൻപ് പുരയിടമായി മാറിയ ഭൂമി തരം മാറ്റുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കണം. 25 സെന്റ് വരെയുള്ള ഭൂമി തരം മാറ്റത്തിന് ഫീസ് ഇല്ലാത്തതിനാൽ വേഗത്തിൽ നടപടിയെടുക്കണം. ഇക്കാര്യങ്ങളിൽ കൃഷി, റവന്യൂ വകുപ്പുകളുമായി ഏകോപനമുണ്ടാകണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടങ്ങളുടെ വിവരങ്ങൾ സമാഹരിച്ച് തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്യണം. വിവിധ നിർമ്മാണ പദ്ധതികൾക്കും റോഡിനും റെയിൽവേക്കുമുള്ള ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കണം. സർവേയർമാരുടെ ക്ഷാമമുണ്ടെങ്കിൽ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ സേവനം തേടണം. ദേശീയപാതാ വികസനത്തിന് നടപടികൾ വേഗത്തിലാക്കണം. കളക്ടറേറ്റുകളിലെ ഫയൽ തീർപ്പാക്കലിന് സമയപരിധി നിശ്ചയിക്കണം. ആവശ്യമെങ്കിൽ പ്രത്യേക അദാലത്ത് നടത്തണം. വന്യമൃഗങ്ങൾ ജനജീവിതത്തിനും കർഷകർക്കും വ്യാപകമായി ആപത്തുണ്ടാക്കുന്നുണ്ട്. ഇത് നിയന്ത്രിക്കണം. സർക്കാർ ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണവും ജീവനക്കാരെ അപകടപ്പെടുത്തുന്നതും ഗുരുതരമായ വിഷയമാണ്. അതിൽ ശക്തമായ നടപടികൾ തുടരും. മന്ത്രിമാരായ KN ബാലഗോപാൽ, K കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, GR അനിൽ, R ബിന്ദു, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. താലിബാന് കൈകൊടുത്ത ഇന്ത്യയ്ക്ക് പുതുവാതിൽ, പാകിസ്ഥാന് പ്രഹരം. വാർത്ത മലയാള മനോരമയിൽ. വീണ്ടും ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്കും അഫ്ഗാൻ ഇന്ത്യയിലേക്കും കൈനീട്ടി. ഇരുവരും സൂക്ഷിച്ചാണെങ്കിലും പരസ്പരം കൈപിടിച്ചു തുടങ്ങി. പാകിസ്ഥാന് വീണ്ടും ഉറക്കം കെടുത്തുന്ന ദിനങ്ങളാണ് ഇനി വരുന്നത്. ഭീകരരെന്ന് വിളിച്ചിരുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ ഔദ്യോഗിക തലത്തിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചു തുടങ്ങിയതോടെ മധ്യേഷ്യയിലേക്ക് വീണ്ടും ഇന്ത്യ ഒരു പടിവാതിൽ കണ്ടെത്തി. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി കഴിഞ്ഞ ദിവസം അഫ്ഗാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുമായി ദുബായിൽ ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനെ സുഹൃത്താക്കി നിർത്തുന്നത് വാണിജ്യ നേട്ടങ്ങൾക്കുപരി ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായാണ് കരുതിപ്പോരുന്നത്. നിലവിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് സഹായമായും വാണിജ്യപരമായും ധാന്യങ്ങളും മറ്റു സാമഗ്രികളും വിമാനമാർഗവും ഇറാനിലൂടെയുമാണ് ഇന്ത്യ അയക്കുന്നത്. ഇറാനിലെ ചാബഹാർ തുറമുഖത്തെ ഇന്ത്യൻ സജ്ജീകരണം പൂർണ്ണമായി പ്രവർത്തനയോഗ്യമായാൽ ഇത് 10 മടങ്ങാക്കാൻ സാധിക്കും. ഒപ്പം ചാബഹാറിൽ നിന്ന് റഷ്യയിലേക്കും മറ്റു മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ചരക്കുനീക്കം സാധ്യമാകും. 2021 കാബൂളിൽ താലിബാൻ അധികാരത്തിലെത്തി അധികം താമസിയാതെ ഇന്ത്യയുമായുള്ള ബന്ധം തുടങ്ങിയിരുന്നു. എങ്കിലും അടുത്ത കാലത്താണ് പാക് അഫ്ഗാൻ ബന്ധം മോശമായി തുടങ്ങിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ബന്ധം കൂടുതൽ മെച്ചപ്പെടാൻ തുടങ്ങിയത്. പാക് താലിബാന്റെ ഭീകരപ്രവർത്തനം അഫ്ഗാൻ പാക് അതിർത്തിയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നു. അഫ്ഗാനിസ്ഥാനെ ശാക്തിക പിന്മുറ്റമായി കണ്ടിരുന്ന പാകിസ്ഥാന് അടുത്ത കാലത്തേറ്റ ഏറ്റവും കടുത്ത പ്രഹരമാണ് കാബൂൾ ഭരണകൂടം ഇന്ത്യയുമായി അടുത്തു തുടങ്ങിയത്. പാക് അഫ്ഗാൻ ബന്ധം വഷളായതോടെ ഇതുവരെ പോലീസിംഗ് മാത്രം നടത്തിയിരുന്ന അഫ്ഗാൻ അതിർത്തിയിൽ കര-വ്യോമസേനകളുടെ ചെറിയൊരു വിഭാഗത്തെയെങ്കിലും വിന്യസിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായി. ഇന്ത്യയുടെ മേലുള്ള സൈനിക സമ്മർദ്ദം ഇതോടെ കുറയുമെന്നത് ആശ്വാസമാണ്. ചൈനീസ് അതിർത്തിയിൽ സൈനികമായി കൂടുതൽ ശ്രദ്ധ നൽകാനും ഇത് ഇന്ത്യയെ സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഇന്ത്യ താലിബാനുമായി അടുക്കുന്നത് റഷ്യയ്ക്ക് താൽപ്പര്യമാണ്. ബന്ധം സ്ഥാപിക്കാൻ റഷ്യ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അഫ്ഗാൻ ഭൂമിയിൽ US സ്വാധീനം തിരിച്ചുവരരുതെന്നാണ് റഷ്യയുടെ ഉദ്ദേശം. ഗസ വെടിനിർത്തൽ കരാർ ഉടനെന്ന് US. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഗസ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിന് തൊട്ടരികിലെത്തിയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വെടിനിർത്തൽ ബന്ദിമോചന കരാർ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബൈഡൻ ഭരണകൂടത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിനു മുൻപ് കരാർ നടപ്പാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. പ്രസിഡന്റ് ബൈഡൻ തയ്യാറാക്കിയ പദ്ധതി പ്രകാരമുള്ള കരാറാണ് നടപ്പാക്കുകയെന്നും പാരീസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ബ്ലിങ്കൻ വ്യക്തമാക്കി. ഏറ്റുമുട്ടലുകൾ അവസാനിച്ചാൽ ഗസ മുനമ്പിന്റെ പുനർനിർമ്മാണം, ഭരണം, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിലും ബൈഡൻ ഭരണകൂടം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി നിർദ്ദേശവും ട്രംപ് ഭരണകൂടത്തിന് കൈമാറും. ഗസയിൽ വെടിനിർത്തൽ സാധ്യമായാൽ
നിരവധി അവസരങ്ങളാണ് ലഭിക്കുക. ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിലുള്ള സഹകരണം സാധാരണ നിലയിലെത്തുകയും പലസ്തീനികളുടെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിൽ ധാരണയാകുമെന്നും ബ്ലിങ്കൻ ചൂണ്ടിക്കാട്ടി. മേയിലാണ് ബൈഡൻ ഭരണകൂടം 3 ഘട്ടമായുള്ള ഗസ വെടിനിർത്തൽ കരാറിനുള്ള രൂപരേഖ തയ്യാറാക്കിയത്. ഈ ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ യുഎസിന്റെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ നടക്കുന്നത്. നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാർക്കു പകരം ബന്ദികളായ സ്ത്രീകളെയും വയോധികരെയും അസുഖബാധിതരെയും മോചിപ്പിക്കുകയും ഇസ്രായേൽ സേന ഭാഗികമായി പിന്മാറുകയും ഗസയ്ക്ക് സഹായം അനുവദിക്കുകയുമാണ് കരാർ നിലവിൽ വന്നാൽ ആദ്യഘട്ടമായി നടപ്പാക്കുക. ലോസ് ആഞ്ചലസ് കാട്ടുതീ 5 മരണം, 1.3 ലക്ഷം പേരെ ഒഴിപ്പിച്ചു. യുഎസിലെ ലോസ് ആഞ്ചൽസിലെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വിനാശകാരിയായ കാട്ടുതീയിൽ 5 പേർ മരിച്ചു. 2 ദിവസത്തിലേറെയായി കാട്ടുതീ തുടരുന്നതിനാൽ 1.3 ലക്ഷം പേരെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. 2000 വീടുകളും കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും കത്തിനശിച്ചു. 29,000-ഓളം ഏക്കറിനാണ് തീപിടിച്ചത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുകയാണ്. ഇനി നാളെ. നന്ദി, നമസ്കാരം.